ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ നാട്ടിൽ മഴപ്പൊലിമയായിരുന്നു. മഴപ്പൊലിമ എന്ന് വെച്ചാൽ കുടുംബശ്രീ പ്രവർത്തകരുടെ മഴപ്പൊലിമ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. മഴപ്പൊലിമ എന്ന് വെച്ചാൽ നമ്മൾ വയലിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചിലപ്പോൾ. വയലിൽ ഇങ്ങനെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന പോലെ കളിക്കും. അപ്പോൾ ഈ വയൽ ഉഴുത പോലെയാകും. അപ്പോൾ നമുക്ക് അവിടെ കൃഷി ചെയ്യാം, അങ്ങനെയൊക്കെ. അപ്പോൾ മഴപ്പൊലിമ ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് ഞാനത് അതിന് പോകുന്നത്. അമ്മേൻ്റെ ഒന്നിച്ച് ഞാനും പോയി ഈ വർഷം. അല്ലെങ്കിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ വെറുതെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. 10 മണിയാകുമ്പോൾ നമ്മൾ പോയി. ഇവിടുന്ന് ഓട്ടോയിലാണ് പോയത്. എരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിട്ട് അവിടെ ചായ കുടിക്കാൻ പറഞ്ഞു. ചായ കുടിച്ചു. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഇതാ കുറേ പേരിങ്ങനെ വയലിൽ നടുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ മഴപ്പൊലിമ എന്ന് പറഞ്ഞെങ്കിലും മഴ ഉണ്ടായിട്ട് ആ സമയത്ത് നല്ല വെയിലായിരുന്നു. അങ്ങനെ എന്നാലും ഏകദേശം എല്ലാവരും വയലിലിറങ്ങി. കുറേ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വയലിലിറങ്ങിയിട്ട് എനിക്ക് പിന്നെ വേറെ പുറത്ത് പോകാനില്ലതുകൊണ്ട് ഡ്രസ്സിൽ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വയലിലിറങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ഇറങ്ങണം എന്നുണ്ടായിനി. നല്ല രസമുണ്ടായിനി. പക്ഷേ ഇപ്പോൾ ഈ പാട്ട് വെച്ചിട്ട് അവർ കളിക്കുന്നത് ഇതിലിട്ടാൽ കോപ്പിറൈറ്റ് വരുന്നില്ല. കൊണ്ടാണ് ഞാൻ ഈ പാട്ട് മാറ്റിയിട്ട് ഈ കളിക്കുന്ന മാത്രം ആഡ് ചെയ്തത് കേട്ടോ. കോപ്പിറൈറ്റ് ഒരു വലിയ ഇഷ്യൂ ആണല്ലോ. നാടൻപാട്ട് കലാകാരനായ സുഭാഷ് ചെറുകര സാറെല്ലാം വന്നിട്ടുണ്ടായിനി. അങ്ങനെ അവർ കുറേ പാട്ടെല്ലാം പാടി. കുറേ ആൾക്കാർ, അമ്മമ്മമാരും പിന്നെ കുറേ ആൾക്കാർ വയലിൽ ഡാൻസ് കളിച്ചു. നല്ല രസമുണ്ടായിന്. പിന്നെ അവരെന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്കതിന് സൗണ്ടും ഉണ്ടായിട്ട് ഞാൻ ട്രാക്കും ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ ഞാൻ കുറേ പെരുതിയിട്ട് ട്രാക്കെല്ലാം കണ്ടുപിടിച്ച് ഞാനും പാട്ട് പാടി. പക്ഷെ അതൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട്. അങ്ങനെ പാട്ടെല്ലാം പാടിയിട്ട് എൻ്റെ സൗണ്ട് ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, നല്ല പോയിട്ടുണ്ട് സൗണ്ട്. ആ വയലിൽ നിൽക്കുമ്പോൾ നല്ലൊരു ആ ഒരു ചെളി മണം അത്ര നല്ല മണമൊന്നുമല്ല, എന്നാലും ആ മണവും വെയിലും ആ കാറ്റും നല്ലൊരു പണ്ടത്തെ നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. പണ്ടിൽ ഞാൻ എൻ്റെ അമ്മമ്മേരൊന്നിച്ച് ഞാനിങ്ങനെ അമ്മമ്മ ഈ നടൽ എന്ന് പറയും നമ്മളെ നാട്ടിൽ. ഈ ഇങ്ങനെ ഓരോരോ വർഷം തോറും ഇങ്ങനെ പച്ചക്കറിയെല്ലാം കൃഷി ചെയ്യുന്നതും പിന്നെ നെല്ല് കൃഷി ചെയ്യുമ്പോൾ അപ്പം ഞാൻ അമ്മമ്മേരെ ഒന്നിച്ച് ഇങ്ങനെ പോകലുണ്ട്. കച്ച ഇതാക്കാനെല്ലാം അമ്മമ്മ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരലുണ്ട് എങ്ങനെ ചെയ്യുന്നതെന്നെല്ലാം. അപ്പം അതെല്ലാം എനിക്ക് ഓർമ്മ വന്നു. നല്ല രസമുണ്ടായിന് ആ വയലിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ സമയം, ഒരു 3 മണി വരെ അവിടെ ഉണ്ടായിന്. എനിക്ക് ഇറങ്ങണം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് പോകാനില്ലതുകൊണ്ട് എനിക്ക് ഡ്രസ്സിൽ ഇതാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വയലിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ ഉച്ചക്ക് ഫുഡ് കഴിച്ചു. ഉച്ചക്ക് അതൊന്നും ഞാൻ എടുത്തിട്ടാണ് വീഡിയോയിൽ ഇട്ടോ, അതൊന്നും എടുക്കാൻ പറ്റിയിട്ട്. പിന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് ചോറ് കഴിക്കുന്നതെല്ലാം വീഡിയോ എടുക്കാൻ എനിക്കിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ അമ്മയോട് പറയണമല്ലോ. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട. കഞ്ഞിയും അച്ചാറും പച്ചടിയും പിന്നെ ചക്കയും കോഴിയും കായും എല്ലാം മിക്സ് ചെയ്തിട്ടൊരു കറി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ചോറെല്ലാം കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നു. അക്ഷയയിലെല്ലാം പോകാനുണ്ടായിന് അമ്മക്ക് എന്തെല്ലോ കടലാസെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും ആ സമയത്ത് മഴ വേണമായിരുന്നു, പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ വന്നത്. പിന്നെ മഴ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു രസമായിരുന്നു. എനിക്ക് വയലിൽ ഇറങ്ങണം തന്നെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല എനിക്ക്. പക്ഷെ എനിക്കിങ്ങനെ ഇപ്പോൾ ഇവരെല്ലാം കാഴ്ചയില്ലവരല്ലേ, അപ്പോൾ അവരുടെ ഇടയിൽ എനിക്ക് അങ്ങനെ തുള്ളി കളിക്കാനും അങ്ങനെയെല്ലാം എനിക്കൊരു ചമ്മലുണ്ട്. പക്ഷേ എൻ്റെ ബ്ലൈൻഡ് സ്കൂളാണെങ്കിൽ നമ്മൾ എല്ലാവരും ബ്ലൈൻഡ് അല്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെല്ലോ പ്രോഗ്രാമെല്ലാം വരുമ്പോൾ നമ്മൾ തുള്ളലും, അതായത് ഒന്നും ഉണ്ടാവില്ല, സ്റ്റെപ്പും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് വെച്ചിട്ട് തുള്ളും, എന്നിട്ട് കളിക്കും അങ്ങനെ. പക്ഷെ ഇവിടുന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ എന്തോ പോലെ, അതുകൊണ്ടും കൂടി ഞാൻ ഇറങ്ങിയിട്ടില്ല വയലിൽ. പിന്നെ ഓട്ട മത്സരമെല്ലാം ഉണ്ടായിരുന്നു, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ. അങ്ങനെ
ഫസ്റ്റ് കിട്ടിയവർക്ക് സമ്മാനം കൊടുക്കുന്നെല്ലാം പറഞ്ഞ് പിന്നെ അവരിങ്ങനെ എന്തോ ഒരു നി എന്തോ ഒരു സാധനം വയലിൽ കുഴിച്ചിട്ടിട്ട് നിധി കുഴിച്ചിട്ടിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുക്കുന്നവർക്ക് സമ്മാനം. അപ്പോൾ അങ്ങനെ അതെടുക്കുന്നത് പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിലല്ല, അക്ഷയയിൽ പോയി. അവിടുന്ന് പോയി. അങ്ങനെ വരുമ്പോഴായിരുന്നു ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ അതുവരെ എനിക്കത്ര നല്ലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവിടെ ഒന്നും അങ്ങനെ ഉണ്ടായില്ല. പാട്ട് കേട്ടു. അതല്ലാണ്ട് ഇവരെല്ലാം ഇങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് കളിക്കണം എന്ന് തോന്നി. പക്ഷെ ഇവിടുന്ന് കളിക്കാനുള്ളൊരു എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ വരുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ലോറിയിലാണ് വന്നത്. എല്ലാവരും കൂടി സാധനം കൊണ്ടുവരുന്ന ലോറിയുടെ ബാക്കിൽ നിന്നിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ഒന്നും ഇല്ലല്ലോ, മേലെ മഴ കൊള്ളും. അപ്പോൾ എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. വിസ്മയിൽ നമ്മൾ ഈ ടൂറിസ്റ്റ് പാർക്കിലെല്ലാം പോയിട്ട് നമ്മൾ റൈഡിലെല്ലാം കയറിയ പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിന്. അങ്ങനെ വന്നിട്ട് പകുതി എത്തുമ്പോൾ മഴ വന്നിട്ട് എല്ലാവരും കുട തുറന്നിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒച്ചയും ബഹളവും എല്ലായിരുന്നു. നല്ല രസമുണ്ടായിന്. പക്ഷെ അതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടിൻ്റെ ഇടയിൽ അത് പറഞ്ഞത്. ഇവരിങ്ങനെ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് എനിക്കറിയാം. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു. അത് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. നല്ല മഴയാണെങ്കിൽ ഇങ്ങനെ എറിയുന്ന പോലത്തെ മഴ വന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ കുട തുറന്നിട്ട് വണ്ടിയിലിരിക്കുന്നത്. അങ്ങനെ ഇത്രയും ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടു. വേറെ ഒന്നും എടുക്കാൻ പറ്റിയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക.